17-ാം സങ്കീർത്തനം വായിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എൻ്റെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളുമല്ലോ. നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നതിനായുള്ളവേ, നിന്റെ അത്ഭുതകാരുണ്യം കാണിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റുകളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചെറുകൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായ കൊണ്ട് വമ്പ് പറയുന്നു. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സമൂഹം പോലെയും മരവിടങ്ങളിൽ പതിക്കുന്ന ബാലസമൂഹം പോലെയും തന്നെ. യഹോവ എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവ എൻ്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാർ വശത്തു നിന്നും വിടുവിക്കും. അവരുടെ ഓഹരി ഈ ആയുസിലത്രേ. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറു നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഇന്ന് കർത്താവിൽ വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയം കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം ഒരുക്കണമേ, ശുദ്ധീകരിക്കണമേ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കടക്കാരോടെല്ലാം ഞങ്ങൾ ക്ഷമിച്ച് ഇന്ന് ഞങ്ങളുടെ ആരാധന കൈക്കൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവിൻ്റെ ഹിതപ്രകാരമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥന. എല്ലാ ദോഷങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഉപവാസം പ്രാർത്ഥനയുമായ കർത്താവിലായിരിക്കുന്ന ജനത്തെ സന്ദർശിക്കുമാറാകണം. വിടുതൽ തരണം, അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. കൃപയാൽ നമുക്ക് വീണ്ടും കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമുക്ക് അനുഗ്രഹം നൽകി. ഇന്ന് ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസമാണ്. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ അരുളി ചെയ്ത ദൈവം തൻ്റെ ജനം കൂടി വന്ന് ആരാധിക്കുമ്പോൾ കർത്താവ് അത് ഒരു വെറുതെ പറഞ്ഞ ഒരു വാക്കല്ല അത്. കാരണം കർത്താവ് ഒരാളെ വിളിച്ചാൽ ആ ഉദ്ദേശം നിവൃത്തീകരിക്കുന്നത് ആരാധനയിൽ കൂടിയാണ്. അത് നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ആരാധനയിൽ കൂടി മാത്രമേ മാനവരാശിക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ്സും ബഹുമാനവും അതുപോലെ തന്നെ ആധിപത്യവും തിരികെ കിട്ടുകയുള്ളൂ. ആരാധനയിൽ പ്രസാദിക്കുന്നവർക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നവർക്ക് എന്നേക്കുമായി ആദാമിനും ഹവ്വയ്ക്കും കർത്താവ് കൊടുത്തിരുന്ന പ്രതാപം അല്ലെങ്കിൽ പദവി അല്ലെങ്കിൽ ഭരണം കർത്താവ് തിരികെ കൊടുക്കും. ആ വാഗ്ദത്തമാണ് ഇന്ന് ദൈവത്തിൻ്റെ സഭയിൽ കൂടി പ്രാപിപ്പാൻ ജനം അധ്വാനിക്കുന്നതും കർത്താവ് കൂട്ടിവരുത്തുന്നതും. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നതും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ദൈവം കൂടി വരിക എന്ന് പറയുന്നതും ഒരു ചെറിയ കാര്യമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ തോന്നരുത്. നിശ്ചയമായിട്ടും ഇതിൽ കൂടി പ്രാപിപ്പാനുള്ളത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാനുള്ള മറ്റെന്തിനേക്കാൾ വലുതാണ്, പരമഭാഗ്യമാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ആരാധനയിലും കർത്താവ് നമ്മിൽ ആ പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ ഒരു പടി കൂടി നമ്മെ കരം പിടിച്ച് നടത്തണം. അതാണ് നമ്മുടെ ആഗ്രഹം. നമ്മളിന്ന് വായിച്ചിരിക്കുന്നത് 17-ാം സങ്കീർത്തനമാണ്. 17-ാം സങ്കീർത്തനം പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ചില കാര്യങ്ങളുണ്ട്. ന്യായത്തെ കേൾക്കണമേ കർത്താവേ, കപടമില്ലാത്ത അധരങ്ങൾ എന്നുള്ള എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. നീ എന്നെ സന്ദർശിച്ച് ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. നീതിയിൽ ഞാൻ നിന്റെ മുഖത്തെ കാണും. ശത്രു എൻ്റെ കാലടി തുടർന്ന് വളഞ്ഞിരിക്കുന്നു. ഇങ്ങനെ മുതലായിട്ടുള്ള വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരും. കാരണം ആ സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ ആ വഴിയെല്ലാം ചിന്തിച്ചിട്ടുള്ളതാണ്.
എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, ഇന്ന് ചിന്തിക്കുന്ന വചനം നാളെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അല്പനേരം കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ, വീണ്ടും ചിന്തിക്കുമ്പോൾ അതിൻ്റെ പൊരുൾ മറ്റൊരു വിധത്തിലായിരിക്കും പൊരുൾപ്പെട്ട് വരുന്നത്. കാരണം ഓരോരുത്തരും അതാത് സമയത്ത് ആവശ്യമുള്ളതും അവരുടെ ഹൃദയാവസ്ഥയും ദൈവത്തിൻ്റെ വചനം ദൈവം കൊടുക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ധാരാളം കാര്യങ്ങൾക്കായിട്ട് അപേക്ഷിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് അനേകർക്ക് ആ ഭാഗ്യം ലഭിക്കാത്തതിൻ്റെ കാരണം, അനേകർക്ക് അങ്ങനൊരു ആവശ്യം പ്രാപിക്കാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവം കരുണയുള്ളവനാണ്. തന്നോട് അപേക്ഷിക്കുന്നവർക്കൊക്കെയും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാണ്. കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നവർക്ക് അത് കൊടുക്കുന്നവനാണ്. അവൻ തൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടുവരുത്തുകയില്ല. എന്നിട്ടും ഈ ഇത്രയേറിയ വിലയേറിയ വാഗ്ദാനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യന് പലപ്പോഴും മുൻപോട്ട് പോകാൻ തടസ്സം വരുന്നത്? അവൻ ഉപജീവനത്തിന് മുട്ടുള്ളവനായി തീരുന്ന അനുഭവം പലപ്പോഴും കാണുന്നുണ്ട്. ആവശ്യങ്ങൾ പലപ്പോഴും നിന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കഷ്ടി ജീവിച്ചു പോകുന്ന മനുഷ്യരാണ് വിശ്വാസികളിൽ അധികവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ? സമൃദ്ധമായിട്ട് തൻ്റെ മക്കൾക്ക് പോറ്റാൻ സമ്പന്നനായ ഒരു ധനവാൻ അവൻ തൻ്റെ മക്കളെ പോറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവൻ്റെ ധനത്തിനും അവൻ്റെ പദവിക്കും അനുസരിച്ചിട്ടാണ് നമുക്ക് മക്കളെ വളർത്തുന്നത്. നമ്മുടെ പിതാവ് സൽഗുണസമ്പൂർണനാണ്, സകല ധനത്തിൻ്റെ ഉടയവനാണ്. സ്വർഗീയ സന്തോഷം അവൻ്റെ വലതുഭാഗത്തുണ്ട്. ഇങ്ങനെ നമ്മുടെ പിതാവിനില്ലാത്തതൊന്നുമില്ല. പക്ഷേ എന്താണ് ആ നന്മ പൂർണ്ണമായിട്ടും നമുക്ക് അനുഭവിക്കാൻ സാധിക്കാത്തത്? അതേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ വചനത്തിൽ ഒറ്റ വചനമേ ഉള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആ നന്മ നൽകിയാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് ദൈവം അറിയും. അവിടെയാണ് നമ്മൾ പഠിക്കുന്നത്, യഹോവേ നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. നമുക്ക് നാം നന്മ നൽകിയാൽ നാം ആരാണെന്നുള്ളത് ദൈവത്തിനറിയാം. നമ്മുടെ കയ്യിൽ ഒരു ആയുധം കിട്ടിയാൽ, നമ്മുടെ കയ്യിൽ കുറച്ച് സമ്പത്ത് വന്നാൽ ആ സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്യും എന്ന് ദൈവത്തിനറിയാം. ദൈവത്തിന് ആദ്യം തന്നെ എന്തോ അറിയുന്നതിനാണ്. പക്ഷെ അത് വെളിപ്പെടുത്തും ദൈവം. അതിനാണ് ശോധന ചെയ്തറിയുക എന്ന് പറയുന്നത്. ശോധന ചെയ്തറിയുക എന്ന് പറയുന്നത് അതിനാണ്. കാരണം തൻ്റെ കയ്യിൽ ഒരു അധികാരം കിട്ടിയാൽ, തൻ്റെ കയ്യിൽ ഇത്തിരി സമ്പത്ത് വന്നു കഴിഞ്ഞാൽ താൻ എന്ത് പ്രവർത്തിക്കും? നിശ്ചയമായിട്ടും അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നതാണെങ്കിൽ ദൈവം ആ നന്മ തടുത്തു കളയും. കാരണം ആ നന്മ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ദൈവജനത്തിനും മറ്റ് ലോകത്തിലുള്ളവർക്കും ദോഷം ഭവിക്കും. നമുക്കറിയാം ബെലയാമിൻ്റെ കാര്യം. ബെലയാമിന് കർത്താവ് കൃപ കൊടുത്തതാണ്, തൻ്റെ ആത്മാവിനെ കൊടുത്തതാണ്. എന്നാൽ അതുകൊണ്ട് മറ്റാർക്കും ലഭിക്കാത്ത ഒരു വലിയ ധനമാണ് തൻ്റെ കയ്യിലുള്ളത്. താൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നടക്കും. താൻ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. താൻ അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹിക്കപ്പെടും. താൻ ശപിച്ചാൽ അത് ശപിക്കപ്പെടും. എന്താ നോക്കണം? ഇതൊക്കെ ആർക്കും സംഭവിക്കുന്ന? ദൈവത്തിന് മാത്രം കഴിവുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു കാര്യം സാധിപ്പിച്ചു കൊടുക്കുക, അനുഗ്രഹിക്കുക, ശപിക്കുക എന്നുള്ളതൊക്കെ ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഇപ്പോൾ ബെലയാമിന് കൈവന്നിരിക്കുന്നത്. ബെലയാമിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ മനുഷ്യൻ ഇത് ലഭിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുമെന്ന്
ദൈവം അറിയുന്നു. ഇന്ന് ദൈവം അവനിത് കൊടുത്തതിൽ ദുഃഖമുള്ളവനാണ്. കാരണം ദൈവം കൊടുത്തതുകൊണ്ട്, ദൈവം കൊടുത്ത കൃപകൾ കൊണ്ട് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ വന്നു. എല്ലാ മനുഷ്യരും നമ്മൾ പറയും ഞാൻ അങ്ങനെയല്ല, അല്ലെങ്കിൽ ഇന്നയാൾ അങ്ങനെയല്ല എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. മനുഷ്യൻ അവൻ തൻ്റെ കയ്യിൽ പ്രവർത്തിക്കാനുള്ള അവസരവും അധികാരവും അതിനുള്ള ശക്തിയും കിട്ടിയാൽ അവൻ എന്ത് പ്രവർത്തിക്കുമെന്ന് ദൈവത്തിനറിയാം. തൻ്റെ സ്വന്തം കാഴ്ചയ്ക്ക് എളിയവനായിരുന്നു ശൗല്. എങ്കിലും കർത്താവ് അവനെ ഇസ്രായേലിലെ രാജാവായിട്ട് തിരഞ്ഞെടുത്തു. അവൻ ആദ്യത്തെ നാളുകളിൽ അവൻ്റെ ജീവിതം കാണണം. അവന് പരസ്യമായിട്ട് ഞാൻ രാജത്വത്തിലേക്ക് വന്നു എന്ന് പറയാൻ പോലും മടിയാ. അത്രയ്ക്ക് എളിമയാണ്. അവനെ അന്വേഷിച്ചപ്പോൾ അവൻ വിറകും കൂട്ടത്തിൽ പോയി ഒളിച്ചിരിക്കുക. അവനെ പിടിച്ചുകൊണ്ടെന്ന് അവനെ രാജാവാക്കി, അവനെ സ്ഥാനത്താക്കി. കുറെ പേര് അവന്റെ രാജ്യത്വത്തെ അംഗീകരിക്കാതിരുന്നു, എതിർത്തു. പക്ഷെ അവരത് ഗണ്യമാക്കിയില്ല, അവരുടെ അറിവില്ലായ്മ കൊണ്ട്. നോക്കണം, എത്ര എളിമയിലാണ് തുടക്കം, എത്ര എളിമയിലാണ്. എന്നാൽ കാര്യങ്ങൾ മാറി. അവൻ ദൈവത്തോട് അതിക്രമം ചെയ്തു, അനുസരണക്കേട് കാണിച്ചു. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു. ദൈവം അവനെ കൈവിട്ടു. അടുത്ത ആളെ തെരഞ്ഞെടുത്തു. ദാവീദിനെ അതിന് പകരം രാജാവാക്കാൻ ദൈവം ഉദ്ദേശിച്ചു. അവനെ അഭിഷേകം ചെയ്യാനായിട്ട് ശമൂവേൽ പ്രവാചകനെ അയച്ചു. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, അയ്യോ, ഇത് ശൗല് കേട്ടാൽ എന്നെ കൊല്ലും. ശൗലിനെ ഭയപ്പെടുകയാണ്. ഇന്ന് ശമൂവേൽ ശൗലിനെ ഭയപ്പെടുകയാണ്. ദൈവത്തിന്റെ ദാസൻ ഭയന്ന് വിറയ്ക്കുകയാണ്. ഒരു നാളിൽ ദൈവത്തിന്റെ ദാസനെ കാണുമ്പോഴും ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും തനിക്ക് തന്നെ എളിയവനായി ഭയന്ന് വിറച്ചിരുന്ന അവൻ ഇന്ന് മറ്റൊരു നിലയിലേക്ക് മാറി. ഇതെവിടെ ഇരുന്നു? ഈ ഹൃദയത്തിന്റെ അവസ്ഥ ഇതെവിടെ ഇരുന്നു? അന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അതേതോ ഒരു രൂപത്തിൽ അവനിൽ ഉണ്ടായിരുന്നു. ഏത് രൂപത്തിൽ? അതിൽ ഭോഷത്വമായിട്ടുണ്ടായിരുന്നു. അവൻ ഇപ്പൊ ഈ ചെയ്തത് മറ്റൊരു രൂപത്തിൽ മുൻപ് ഭോഷത്വമായിട്ട് അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നീ ചെയ്തത് ഭോഷത്വമെന്ന് കർത്താവ് അവനോട് പറയുകയാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിലും നാളെ നമുക്ക് അധികാരവും സ്ഥാനവും അവസരവും വന്നാൽ, നമുക്കതിനുള്ള പ്രാപ്തിയും വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മിലുണ്ടത്, ഏതോ ഒരു രൂപത്തിലുണ്ട്. ഒരു ഭോഷത്വമായിട്ടോ മുൻകോപമായിട്ടോ ഏതെങ്കിലും തരത്തിൽ അതുണ്ട്. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. വിശ്വാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും ശോധന ചെയ്തറിയുന്നത്. കാരണം ശോധന ചെയ്തറിയുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള അറിവ് പോലെയല്ല. ആദ്യം നമ്മൾ പറഞ്ഞു, ഒരാളെ ശോധന ചെയ്ത് അറിയേണ്ട കാര്യമൊന്നും ദൈവത്തിനില്ല. ദൈവത്തിന് ആദ്യം തന്നെ എന്തോ അറിയാം, ഇവൻ ആരാന്നറിയാം. പക്ഷെ അത് വെളിപ്പെടുത്തണം. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, യാക്കോബിന് വാർദ്ധക്യത്തിൽ ഒരു മകനുണ്ടായി, യോസഫ്. ഈ യോസഫാണ് ഈ യാക്കോബിന്റെ അല്ല. അത്രമാത്രം സ്നേഹിക്കുന്നതിനാ. അത് കഴിഞ്ഞുണ്ടായ ബെന്യാമീന. ഇതൊക്കെ പ്രാണനോട് പറ്റിയിരിക്കുന്നു എന്നാണ് വചനം. യാക്കോബിന്റെ പ്രാണനോട്
മക്കൾ പറ്റിയിരിക്കുന്നു. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ടത്, ദൈവം അവനെ അറിയാം. കാരണം മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് ഗർഭത്തിൽ വെച്ച് തന്നെ അമ്മയോട് പറഞ്ഞിരിക്കുന്നതിന് മാറ്റമൊന്നുമില്ല. ദൈവത്തിന് അറിയാം ഇവൻ ആരാണ്. പക്ഷെ അത് ശോധന ചെയ്തറിയണം. എങ്ങനെ അറിയണം? ഇതാ ഒരു ദിവസം തൻ്റെ അടുക്കൽ ഒരു അങ്കി കൊണ്ടുവന്നിരിക്കുന്നു. ആ അങ്കി കൊണ്ടുവന്നവൻ ഇപ്രകാരം പറഞ്ഞു, ഇതാ ഞങ്ങൾക്ക് നോക്കിയിട്ട് ഇത് നിന്റെ മകന്റെ അങ്കിയാണെന്ന് തോന്നുന്നു, യോസേഫിന്റെ അങ്കിയാണെന്ന് തോന്നുന്നു. നോക്കിയപ്പോൾ അതിൽ രക്തമുണ്ട്. യാക്കോബ് ഇരുന്ന് ഹൃദയം കൊണ്ടങ്ങ് മെനഞ്ഞു. ശരിയാണ്, എൻ്റെ മകനെ ഞാൻ ദോഥാനിലേക്ക് പറഞ്ഞു വിട്ടതാണ്. സഹോദരന്മാർ ദോഥാനിലുണ്ടെന്ന് പറഞ്ഞ് പോയതാണ്. അവിടെ ചെന്ന് സഹോദരന്മാരെ കാണുന്നതിന് മുമ്പ് ഏതെങ്കിലും കാട്ടുമൃഗം അവൻ്റെ നേരെ ചാടി വന്നു. ഇവൻ ബാലനാണ്, പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ആ ബാലസിംഹം ഇവനെ പറിച്ചു കീറി, കടിച്ച് കീറി തിന്നു. അന്നേരം ഉണ്ടായ രക്തമാണ് ഈ വസ്ത്രത്തിൽ തളിച്ചിരിക്കുന്നത്. ഇതൊന്നും ആരും പറഞ്ഞതല്ല, സ്വയം മെനഞ്ഞതാ. നമ്മൾ ചിന്തിക്കുന്നത്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാ അറിയണമെന്നുള്ള, എങ്ങനെയാ അറിയുന്നെന്നുള്ള. നമ്മൾ ഒരു കർത്താവിൻ്റെ അതിന് പറഞ്ഞു, ഒരല്പം അത്യല്പത്തിൽ വിശ്വസ്തൻ അധികത്തിലും വിശ്വസ്തനാണ്. എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ ദൈവം അറിയുന്നു അവന്റെ ഭാവമാറ്റം. ഇവിടെ മകൻ മരിച്ചുപോയി എന്നുള്ളത് ഉറപ്പാക്കി തെളിവോടുകൂടി വസ്ത്രം തൻ്റെ കയ്യിലുണ്ട്. മകൻ മരിച്ചിട്ടുമില്ല. കാരണം ആ ഭവനത്തിൽ ശോധന ചെയ്യാനായിട്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് യാക്കോബിനെയാണ്. അപ്പോൾ ഈ വാർത്ത ഏറ്റവും കൂടുതൽ കാണുകയും മെനയുകയും അതുകൊണ്ട് ദുഃഖിക്കുകയും ചെയ്യേണ്ടവൻ യാക്കോബാണ്. അതാ ദൈവത്തിന്റെ ഉദ്ദേശം. എന്നാൽ ആ വസ്ത്രം കണ്ട് എൻ്റെ മകൻ യോസേഫിനെ പറിച്ചു കയറിപ്പോയി, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞല്ലോ. കർത്താവിന് അവിടെ താരതമ്യമാണ്. പ്രാണനോട് പറ്റിയിരിക്കുന്നുണ്ടെങ്കിലും അവൻ ദൈവത്തെ മറന്നിട്ടില്ല. ഞാൻ എൻ്റെ നരിയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാം. ഇതെല്ലാം സംഭവിച്ചിട്ടും അവൻ ദൈവത്തെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അവന്റെ വിശ്വാസത്തിൽ അവന്റെ പ്രത്യാശയിൽ നിന്ന് അവന് ഭംഗം വരികയോ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് അവനെ ശോധന ചെയ്ത് അവൻ പാകമായപ്പോ, ദൈവത്തിന്റെ ഹിതപ്രകാരം അവന്റെ ഹൃദയമായപ്പോ ദൈവം അവനതെല്ലാം തിരികെ കൊടുത്തു. കാരണം യോസഫ്, ഒരാൾ ചോദിക്കുക സംശയമാണ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവൻ യോസഫിനെയാണ്. ആ യോസഫ് അങ്ങ് മരിച്ചുപോയ എന്ത് ചെയ്യും? ആളുകൾ പലതും പറയും. യോസഫ് മരിച്ചുപോയാൽ അവൻ വല്ല ചത്തുകളയും. യോസഫ് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ വിശ്വാസം തീർന്നു. ഈ കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ദൈവത്തിനറിയാം, അത് കർത്താവ് വെളിപ്പെടുത്തണം, അതിന് ശോധന ചെയ്യണം. അങ്ങനെ ശോധന ചെയ്യാനായിട്ട് അവന് അവസരം കൊടുത്തു. ആ അവസരത്തിൽ അവൻ പതറിപ്പോയില്ല. അവൻ ദുഃഖത്തോടെ ആയിരുന്നുവെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസം ഒട്ടും കുറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. നീ രാത്രി എന്നെ സന്ദർശിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. ദുരുദ്ദേശമില്ല എൻ്റെ കയ്യിൽ. അത് നീ കണ്ടെത്തിയതാണ്. നമ്മൾ കണ്ടെത്തിയാൽ പോരാ, ദൈവം കണ്ടെത്തണം. കാരണം ദൈവത്തെ നിരസിച്ച് പറയുന്ന ഒന്നും, ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ
നാം അതറിയില്ല. ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമവുമുള്ളതാണ്. അത് ആരാഞ്ഞറിയുന്നവൻ കർത്താവ് മാത്രമാണ്. അത് വെളിപ്പെടുത്തുന്നവൻ കർത്താവ് മാത്രമാണ്. നാളെ തള്ളിപ്പറയും. കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, നാളെ തള്ളിപ്പറയുന്ന ആ തള്ളിപ്പറയുന്ന അനുഭവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാവം ഇപ്പോഴേ തന്നെ പത്രോസിലുണ്ട്. പത്രോസ് തന്നെ നോക്കുമ്പോൾ കാണുന്നത് പ്രകാരമാണ്. ഞാൻ അവന് വേണ്ടി മരിക്കാൻ പോലും തീരുമാനിച്ചിരിക്കുക, പിന്നെ ഞാൻ അവനെ തള്ളിപ്പറയോ? എന്തൊരു... പക്ഷെ കർത്താവ് കാണുന്നു. ഇതാണ് മനുഷ്യനെ ശോധന ചെയ്തറിയുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഏതെങ്കിലും വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നിങ്ങളുടെ കർത്താവിനെ നോക്കണമേ. ഏതെങ്കിലും വ്യസനത്തിലുള്ള മാർഗം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ നോക്കിയിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ദോഷം കാണണ്ടേ? കാണുന്നില്ല. പക്ഷെ ഞാൻ സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢനാണ്. സ്വന്തം ഹൃദയത്തിലെ ദോഷം കണ്ടുപിടിക്കാൻ തനിക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നവൻ മൂഢനാണ്. കാരണം നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതിൻ്റെ മൂല കാരണം ഇന്ന് ഹൃദയത്തിലുണ്ട്. സാഹചര്യവും അതിനുള്ള ബലവും അതിനുള്ള അധികാരവും എല്ലാം ജീവിതത്തിൽ വരുമ്പോൾ ആ സമയത്താണ് അത് വെളിപ്പെടുന്നത്. അതുകൊണ്ട് ആ മൂലകാരണം ഇന്ന് നീക്കിക്കളയാൻ ദൈവസന്നിധിയിൽ ആരും മനസ്സ് വയ്ക്കുന്നുവോ? ആരും സ്വയം നീതിയില്ലാതെ. ഞാൻ പറയുന്നത് എൻ്റെ കാഴ്ചയ്ക്ക് നല്ലവനാണ്. എൻ്റെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല, എളിയവനാണ്. നോക്കുമ്പോൾ ശരിയല്ലേ? കർത്താവും പറഞ്ഞതാ, കർത്താവും സാക്ഷ്യം പറഞ്ഞതാണ്. അവൻ സ്വന്തം കാഴ്ചയ്ക്ക് എളിയവനാണ് എന്ന് ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞതാ. പിന്നെന്താ? കാര്യമില്ല. അത് സ്വന്തം കാഴ്ചയ്ക്കാണ്. നാളെ നീ അവസരം വരുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതിൻ്റെ സൂക്ഷ്മ രൂപം ഇന്ന് ഹൃദയത്തിലുണ്ട്. അപ്പോ തൻ്റെ എളിമയിലും തൻ്റെ ഭാവത്തിലും ഒന്നും വിശ്വസിക്കാതെ, ദൈവമേ, ഞാനിങ്ങനെ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്, എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയാണ് നാളെ വ്യസനത്തിലുള്ള എന്തോ കാരണം എൻ്റെ ഹൃദയത്തിലുണ്ട്. ദൈവമേ, കാരണം മനുഷ്യ ജന്മത്തിൽ അത് ഒഴിയാത്തൊരു കാര്യമാണ്. യെരൂശലേമിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ട് പലരും വിശ്വസിച്ചു. എങ്കിലും ഒരൊറ്റ മനുഷ്യനെയും കർത്താവ് വിശ്വസിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചില്ല. കാരണം മനുഷ്യനിലുള്ളത് സ്വതവേ എന്തെന്ന് കർത്താവ് അറിഞ്ഞു. കർത്താവിനറിയാം. അതുകൊണ്ട് ഏത് മനുഷ്യന്റെ ഉള്ളിലും എൻ്റെ ഉള്ളിൽ നന്മയുണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ തെറ്റി. എൻ്റെ ഉള്ളിൽ കർത്താവെ, ദൈവമേ, നാളെ ദോഷത്തിൽ അകപ്പെടുവാൻ തക്കവണ്ണം വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന ഏതോ കാര്യം എന്നിൽ ഉണ്ട് എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ സമ്മതിച്ച് അതിനെ നീക്കിക്കളയുവാൻ ഹൃദയശുദ്ധീകരണത്തോടു കൂടി കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനെ ദൈവം മാനിക്കുന്നു. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആഴം. നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. വെറുതെ അറിഞ്ഞതല്ല, ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. എനിക്ക് സമ്പത്തുണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കോപിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? പട്ടിണി വന്നാൽ ഞാൻ എന്ത് ചെയ്യും? കർത്താവിന്റെ വചനം, കർത്താവ് തന്നെ നമ്മെ പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. കാരണം എന്താണെന്നറിയാമോ? പരീക്ഷിക്കേണ്ട കാര്യമില്ല. ദൈവം ആരെയും പരീക്ഷിക്കേണ്ട കാര്യമില്ല, പരീക്ഷിക്കുകയില്ല. ശത്രുവാണ് പരീക്ഷിക്കുന്നത്. അതിലേക്ക് എന്നെ പ്രവേശിപ്പിക്കല്ലേ. കാരണം ഒരു മനുഷ്യനും പരീക്ഷിക്കപ്പെട്ടാൽ ആ പരീക്ഷ ജയിക്കാനുള്ള കെൽപ്പ് അവനില്ല. എന്നാൽ ദൈവം അവന് സഹിക്കാനുള്ള കൃപ കൊടുക്കുന്നു. സഹിച്ചാൽ ദൈവം അവനെ നീതിമാനായിട്ട് എണ്ണും. ഇതാണ് ദൈവത്തിൻ്റെ പ്രമാണം. അല്ലാതെ ഒരു മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതിനെ ജയിക്കാനുള്ള കഴിവ്, കെൽപ്പ് അവനില്ല. കാരണം അത്രമാത്രം ദോഷം അവനിലുണ്ട്. ഇന്ന് കർത്താവ് നമ്മെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എന്നേ നമ്മുടെ ഉള്ളിലുള്ള ദോഷം വെളിപ്പെട്ട് നമ്മൾ ദോഷത്തിലകപ്പെട്ടു പോകാമായിരുന്നു. എന്നാൽ അതൊന്നും സംഭവിക്കാതെ വണ്ണം നമ്മുടെ ഹൃദയത്തെ ദൈവം ഇതുവരെയും ശോധന ചെയ്തുകൊണ്ടിരുന്നു. ഇനി നമുക്കൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ.
എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വചനത്തിലുള്ളതുപോലെ നമ്മെ തന്നെ നാം വിശ്വസിക്കാതെ നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിൽ നേരുള്ളതായിരിക്കാൻ, കർത്താവെ ഇനിയും എന്നിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടത് എങ്ങനെ എന്തെല്ലാമെന്ന് അന്വേഷിച്ചറിഞ്ഞ് കർത്താവ് സന്ദർശിക്കുമ്പോൾ, കർത്താവെ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടെങ്കിൽ നീ ശോധന ചെയ്ത് എന്നെ അറിയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദോഷപരമായ വശങ്ങളുണ്ടെങ്കിൽ അത് നീക്കിത്തരണമെന്നുള്ള പ്രാർത്ഥനയുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നാൽ നിശ്ചയമായിട്ടും കർത്താവ് പ്രസാദിക്കും. 17-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യം നമ്മൾ പ്രകാരം അതിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നത്, നീതിയിൽ കർത്താവിൻ്റെ മുഖത്തെ കാണുന്നവർ. കർത്താവിൻ്റെ മുഖത്തെ എവിടെ കാണാൻ കഴിയും? കർത്താവിൻ്റെ മുഖത്തെ ഏദൻ തോട്ടത്തിൽ പാപത്തിന് മുമ്പ് ആദാമും ഹവ്വയും നേരിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും മാറത്ത് പങ്കിച്ച കെട്ടിയും മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചും അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും ഇങ്ങനെയുള്ള ഭയങ്കര രൂപം നേരിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് ആദാമും ഹവ്വയും. എന്നാൽ പിന്നീട് കർത്താവ് പറഞ്ഞു, ആരെങ്കിലും എൻ്റെ മുഖം കണ്ട് ജീവനോട് ശേഷിക്കില്ല, ജീവനോടിരിക്കില്ല. കാരണം പാപത്തിന് ശേഷമാണത്. പാപിയായ മനുഷ്യൻ കർത്താവിൻ്റെ രൂപം കണ്ടാൽ അവനെ ജീവനോടിരിക്കാൻ സാധിക്കില്ല. കാരണം മനുഷ്യനുള്ളത് ദോഷമാണ്. അപ്പോൾ കർത്താവിനെ കാണുക, കർത്താവിൻ്റെ ശബ്ദം നേരിട്ട് കേൾക്കുക, ഇത് രണ്ടും മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചാൽ അവന് ഹാനി വരും. അതാണ് സീനായി മലയിൽ ആ ശബ്ദം കേട്ടപ്പോൾ, കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർ പറഞ്ഞത്, ഇനി ഞങ്ങളോട് സംസാരിക്കരുത്, ഇനി ആ ശബ്ദം കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകും. കാരണം മനുഷ്യനിൽ പാപത്തോടുകൂടി കടന്നിരിക്കുന്ന ഒരു ദുർശക്തിയുണ്ട്. ആ ദുർശക്തിയാണ് ദൈവത്തിൻ്റെ എതിരാളി. അതുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന് നിലനിൽക്കാൻ സാധിക്കില്ല. അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് താങ്ങാൻ സാധിക്കില്ല. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മെ ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാനും ദൈവത്തോട് അടുത്ത് വരുവാനും കർത്താവിൻ്റെ മുഖത്തെ കാണുവാനും നമ്മെ പ്രാപ്തരാക്കി. ഇന്ന് നമ്മളിവിടെ ചിന്തിക്കുന്നത്, പാപത്തോടുകൂടി കർത്താവിൻ്റെ മുഖത്തെ കാണുന്ന അനുഭവത്തിൽ നിന്ന് മനുഷ്യൻ മാറി പിന്നീട് കാണുന്നത് നീതിയിലാണ്. കർത്താവിൻ്റെ മുഖത്തെ കാണുന്നത് നീതി എന്ന് പറഞ്ഞാൽ, ഹാബേൽ കണ്ടു. എവിടെ കണ്ടു? ഹാബേൽ കണ്ടത് ഒരു കുഞ്ഞാടിനെ കൈകാലുകൾ ബന്ധിച്ച് കെട്ടി അറുത്തു, അതിൻ്റെ രക്തം ചൊരിഞ്ഞു. ആ സമയത്ത് ഹൃദയത്തിൽ ഇതുപോലെ തന്നെ കാലാവസാനത്തിങ്കിൽ കർത്താവ് മനുഷ്യജന്മം എടുത്തു വരും, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് താൻ ചെയ്യാത്ത കുറ്റത്തിന് യാഗമായി തീരും. അപ്പോൾ ആ യാഗത്തിൽ ഹാബേൽ കർത്താവിൻ്റെ മുഖത്തെ കണ്ടു. അത് നീതിയായിട്ട് അവന് കണക്കിടുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഈ ഭൂമിയിൽ ആരെല്ലാം നീതി ചെയ്തോ ആ നീതി ചെയ്യുന്നതിൽ കർത്താവിൻ്റെ മുഖത്തെ കണ്ടിരിക്കണം എന്നാണ് പ്രമാണം. കായീനും അതുപോലെ യാഗം കഴിച്ചതാണ്. കായീനോടുള്ള ചോദ്യം ഇതാണ്, നീ എന്തിനാണ് ഇത് ദൈവത്തെ പ്രസാദിപ്പിക്കാനാണെങ്കിൽ, അത് നീതിയാണ് ചെയ്തതെങ്കിൽ അതിലെവിടെയാണ് കർത്താവിൻ്റെ മുഖം? ഏത് കാര്യത്തിലും, മനുഷ്യൻ ചെയ്യുന്ന ഏത് കാര്യത്തിലും കാൽവരിയുടെ ദർശനം അവനിലുണ്ടെങ്കിൽ ആ ദർശനം മുഖാന്തരം അവൻ നീതീകരിക്കപ്പെടും. മാത്രമല്ല, അവൻ തിരുമുഖത്തെ ശോഭയോടെ കാണുകയും ചെയ്യും. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം അതല്ല. നന്മ ചെയ്യുന്ന അനേക മനുഷ്യരുണ്ട്. അനേക മനുഷ്യർ നന്മ ചെയ്യുന്നവരുണ്ട്. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അവര് തിന്മ ചെയ്യുന്നു.
അതെന്തുകൊണ്ടാണ്? അതിൽ അവർക്കൊരു സങ്കോചമില്ല. അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നതിൻ്റെ പ്രാഗൽഭ്യം. ആർക്കെങ്കിലും ഒരു രൂപ, ഒരു കാശ് ഭിക്ഷ കൊടുത്താൽ പോലും ആ കൊടുക്കുമ്പോൾ അവൻ്റെ നല്ല മനസ്സാക്ഷി ഉണർന്നിട്ട് വേണം. എന്ന് പറഞ്ഞാൽ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യണം. കർത്താവിൽ ആശ്രയിച്ചിട്ട് വേണം ആ നന്മ ചെയ്യാൻ. കർത്താവിൻ്റെ തിരുമുഖത്തെ കണ്ടു വേണം ആ നന്മ ചെയ്യാൻ. അങ്ങനെയുള്ളവൻ തൻ്റെ ജീവിതത്തിൽ ഒരു ദോഷം ചെയ്യുമ്പോൾ ഇത് കർത്താവിനെ കാണുന്നില്ലല്ലോ, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ കർത്താവിനെ കാണുന്നില്ലല്ലോ, അവനത് അതിൽ നിന്ന് പിന്തിരിയും. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് അനാപാതി കാര്യങ്ങൾ നന്മ ചെയ്തിട്ടുണ്ട്. ദാവീദ് പറഞ്ഞിട്ടുമുണ്ട്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പാകെ വെച്ചിരിക്കുന്നു. ദാവീദ് എന്ത് ചെയ്തോ അതെല്ലാം കർത്താവിൻ്റെ മുഖത്തെ ആ പ്രവൃത്തിയിൽ കാണുന്നവനാണ്. യുദ്ധം ചെയ്യാൻ പോകുമ്പോഴും, ഉപകാരം ചെയ്യുമ്പോഴും, ജനത്തെ ഭരിക്കുമ്പോഴും, വിധിക്കുമ്പോഴും, ജനത്തെ പരിപാലിക്കുമ്പോഴും, ജനത്തിന് സഹായം ചെയ്യുമ്പോഴും എല്ലാം ദൈവത്തിൻ്റെ മുഖത്തെ അതിൽ കാണും. എന്നാൽ ഒരു ദിവസം ഊരിയാവിൻ്റെ ഭാര്യയെ കണ്ടു. വചനം പറയുന്നത്, നീ എന്നെ നിരസിച്ചു. അതിൽ കർത്താവിൻ്റെ മുഖമില്ലായിരുന്നു. കർത്താവിൻ്റെ മുഖം കാണാതെ നീതിയിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തെ കാണും എന്നുള്ള വചനപ്രകാരം കർത്താവിൻ്റെ മുഖത്തെ കാണാതെ ചെയ്ത ഒരു പ്രവൃത്തി, ജനത്തെ എണ്ണിയത്, ഊരിയാവിൻ്റെ ഭാര്യയെ എടുത്തത് എന്നീ കാര്യങ്ങൾ ചെയ്തപ്പോൾ കർത്താവിൻ്റെ മുഖത്തെ കണ്ടിരുന്നോ? ശ്രദ്ധിച്ചില്ല. ആ കർത്താവ് കുറ്റവും പറഞ്ഞു, എന്നെ നിരസിച്ചു. അത് എൻ്റെ മുഖം കണ്ടിരുന്നോ? നീ ആ കാര്യത്തിൽ എൻ്റെ മുഖം കണ്ടിരുന്നോ? ഇല്ല. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്കുള്ള പാഠം ഇതാണ്. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും, വാക്കിനാലോ ചിന്തയാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അവൻ്റെ നാമത്തിൽ ചെയ്യണമെന്ന അവൻ്റെ മുഖം കണ്ടിട്ട് മാത്രമേ അത് ചെയ്യാവൂ. അങ്ങനെ ചെയ്താൽ നിശ്ചയമായിട്ടും നാളെ വഴി വിട്ടൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ശങ്കിക്കും, അവൻ്റെ മുഖം കാണുന്നില്ലല്ലോ, ഞാൻ വലിയൊരു പ്രവൃത്തി ചെയ്യാൻ പോവാ, കർത്താവിൻ്റെ മുഖം കാണുന്നില്ലല്ലോ. ഭയത്തോടെ കൂടി നോക്കി, കർത്താവെ ഞാൻ നിന്റെ മുഖത്തെ നിരസിച്ചോ എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദമാകുന്നുവോ? ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ കർത്താവിൻ്റെ മുഖമുണ്ടോ? അത് അന്വേഷിച്ചറിഞ്ഞ് കർത്താവിൻ്റെ മുഖം കണ്ട്, കർത്താവെ ഞാൻ നിന്റെ മുഖം ഈ പ്രവൃത്തിയിൽ കണ്ടില്ല എങ്കിൽ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിനായിരുന്നാൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവം നമ്മെ പരിപാലിക്കും. ആപത്തിലും അനർത്ഥങ്ങളിലും പെടാതെ കർത്താവ് നമ്മെ കാക്കും. നമുക്ക് നീതിയിൽ കർത്താവിൻ്റെ മുഖത്തെ കാണാം. അനീതിയിൽ കർത്താവിൻ്റെ മുഖം കാണാതെ വരുമ്പോൾ നമുക്കതിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ക്രമീകരണം പ്രാപിക്കാൻ കർത്താവ് സഹായിക്കും. കർത്താവിന് സ്തോത്രം. കർത്താവിന് വേണ്ടി ഏറ്റവും വലിയ കാര്യങ്ങൾ, യുദ്ധത്തിൽ സ്വന്തം ജീവനെ പോലും ഗണ്യമാക്കാതെ പോയി യുദ്ധം ചെയ്ത് ജയിച്ചു വന്നവനാണ് ഗിദെയോൻ. ഭയങ്കര മടിയായിരുന്നു, വളരെ മടിയായിരുന്നു. ആ മടി ദൈവം മാറ്റി ധൈര്യപ്പെടുത്തി കൊണ്ടുപോയി യുദ്ധം ജയിച്ചു മടങ്ങി വന്ന് ദൈവത്തിന് പ്രസാദമായി. ദൈവം അവന് വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്തു. പക്ഷേ അവൻ പിന്നീട് ഒരു ഏഫോദ് ഉണ്ടാക്കി. ആ ഏഫോദ് ഉണ്ടാക്കി ആ പ്രവൃത്തി ദൈവത്തിൻ്റെ മുഖത്തെ അതിൽ കാണുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചില്ല. അവന് ദോഷം വന്നു. അവനും അവൻ്റെ കുടുംബവും അതിനാൽ നശിച്ചു പോകാനിടയായി. നീതിയിൽ മുഖത്തെ കാണണം, പ്രവൃത്തിയിൽ മുഖത്തെ കാണണം. ഏത് പ്രവൃത്തിയിലും കർത്താവിൻ്റെ മുഖമുണ്ടോ എന്ന് അന്വേഷിക്കണം. കർത്താവിൻ്റെ മുഖമില്ല എങ്കിൽ അതിൽ നിന്ന് പിന്തിരിയണം. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നതിന് അതിലാക്കുന്ന ദൈവം അതിൽ പ്രസാദിക്കും. ഒറ്റുകാരെ കനാൻ ദേശത്തേക്ക് അയച്ചു. കനാൻ ദേശത്ത് എന്നതിന് ശേഷം
ആ സ്ഥലം യോഗ്യമോ എന്ന് നോക്കി വരാനായിട്ട് ഒറ്റുകാരി അയച്ചു. ഒറ്റുകാരി എന്ന് നോക്കി തിരിച്ചു വന്നു. പോകുമ്പോഴും വരുമ്പോഴും അവിടുത്തെ ഫലമെടുക്കുമ്പോഴും എല്ലാം കർത്താവിൻ്റെ മുഖം കാണാനുണ്ടായിരുന്നു. ശ്രദ്ധിച്ചില്ല. അവർ പെറുപെറുത്തു, ദൈവത്തിനെതിരെ സംസാരിച്ചു. ദൈവം അവരെ വിട്ടുമാറി. അവർ അടുത്ത ദിവസം മാനസാന്തരപ്പെട്ട് യുദ്ധത്തിന് പോയി, കനാൻ ദേശം പിടിക്കാൻ പോയി. മോശ പറഞ്ഞു, പിടിക്കരുത്, നിങ്ങൾ പോകരുത്, കാരണം യഹോവ നിങ്ങളോട് കൂടെ ഇല്ല. ഇന്നലെ അവനുണ്ടായിരുന്നു, ഇന്നലെ പോയപ്പോൾ അവൻ്റെ മുഖം നിങ്ങൾക്ക് കാണാമായിരുന്നു, എന്നാൽ ഇന്നില്ല അവൻ നിങ്ങളോട് കൂടെ, പോകരുത്. എങ്കിലും അവർ ശാഠ്യം കൊണ്ട് പോയി. യുദ്ധത്തിൽ തോറ്റ് അവർ പിന്മാറിപ്പോയി, ചെതറിപ്പോയി, പ്രാണരക്ഷാർത്ഥം ഓടി. എന്തുകൊണ്ട് ഏറ്റവും ആദ്യം മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വന്നാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഞാൻ പറയുന്ന വാക്കിൽ, ചിന്തിക്കുന്ന ചിന്തയിൽ, പ്രവർത്തിക്കുന്ന പ്രവൃത്തിയിൽ, അനുഭവിക്കുന്ന അനുഭവത്തിൽ, ദൈവമേ ഞാനിത് അനുഭവിക്കുന്നു, ഞാനിത് ചിന്തിക്കുന്നു, ഞാനിത് പറയുന്നു, ഞാനിത് പ്രവർത്തിക്കുന്നു, നിന്റെ മുഖം എനിക്കിതിൽ കാണണം. നിന്റെ മുഖം ഇതിലില്ല എങ്കിൽ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ സുവിശേഷ നിമിത്തം സകലതും പ്രവർത്തിക്കും. എന്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സുവിശേഷ നിമിത്തമാണ്. ഞാൻ ഒരു പടി 10 അടി നടക്കുന്നുണ്ടെങ്കിൽ അത് സുവിശേഷ നിമിത്തമാണ്. കാരണം കർത്താവിൻ്റെ മുഖം കാണാതെ ഒരു വിശ്വസ്തനായ ഒരു മനുഷ്യന് ഒരു നിമിഷം പോലും നിൽക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ നിന്നാൽ ശത്രു അവസരം നോക്കി നിൽക്കുന്നുണ്ട്, കർത്താവിൻ്റെ മുഖത്തെ കാണാതെ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവനെ വീഴിക്കാൻ. നമുക്കങ്ങനെയല്ല. പിന്നെയോ, നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും അവൻ്റെ മുഖത്തെ കാണുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ ആലോചനകൾക്കുമായി കർത്താവിനെ സ്തുതിക്കുന്ന പിതാവേ, ഞങ്ങൾ നീതിയിൽ കർത്താവിൻ്റെ മുഖത്തെ കാണട്ടെ. കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും പിരിയാതിരിക്കണമേ. കാത്തുകൊള്ളണമേ അപ്പച്ച. യേശുവേ, ഞങ്ങളുടെ പ്രവൃത്തിയിൽ കർത്താവെ, ദൈവത്തിൻ്റെ മുഖം കാണാത്ത ഒരു പ്രവൃത്തിയും ഞങ്ങളിൽ നിലനിൽക്കുവാനോ അത് ചെയ്യുവാനോ കർത്താവ് സമ്മതിക്കില്ലേ. ഞങ്ങൾ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വിട്ടുനിൽപ്പാൻ കർത്താവ്, നീ എന്നെ നിരസിച്ചു എന്ന് കർത്താവ് അതിനകത്തുള്ളതുപോലെ ആയിത്തീരാതെ വണ്ണം ദൈവമേ, അനേക കർത്താവിൻ്റെ ദാസന്മാർ കർത്താവിൻ്റെ മുഖം നോക്കാതെ, കർത്താവിൻ്റെ മുഖത്തെ അന്വേഷിക്കാതെ ദൈവമേ ചെയ്ത പ്രവൃത്തി കർത്താവെ അവരുടെ ജീവിതത്തിൽ ദോഷമായി തീർന്നതുപോലെ ഞങ്ങളിലും ഭവിക്കാതെ വണ്ണം ഞങ്ങൾ നീതിയിൽ കർത്താവിൻ്റെ മുഖത്തെ കണ്ട് അനീതിയിൽ കർത്താവിൻ്റെ മുഖത്തെ കാണായികയാൽ പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ ഇടയാക്കുമാറാകണം. ഒന്ന് മുഖത്തോട് കുറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കുരിശിൻ്റെ തണലാണെൻ്റെ